യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തർക്കം ഒഴിവാക്കാൻ ഫോർമുലയുമായി എ ഗ്രൂപ്പ്. KSU മുൻ സംസ്ഥാന അധ്യക്ഷൻ KM അഭിജിത്തിനെ പ്രസിഡന്റാക്കാനും നിലവിലെ വൈസ് പ്രസിഡന്റ് അബിൻ വർക്കിയെ ദേശീയ ജനറൽ സെക്രട്ടറിയാക്കാനുമാണ് ഇപ്പോഴുള്ള നിർദ്ദേശം. KC വേണുഗോപാൽ ഗ്രൂപ്പിൽ നിന്നുള്ള ബിനു ചുള്ളിലിനെയും ദേശീയ ജനറൽ സെക്രട്ടറിയാക്കി ഉയർത്തണമെന്നാണ് എ ഗ്രൂപ്പ് നിർദ്ദേശിക്കുന്നത്. എ ഗ്രൂപ്പിന്റെ ഫോർമുലയിൽ സംസ്ഥാനത്തെ പ്രധാന നേതാക്കൾ ഇന്നു മുതൽ കൂടിയാലോചന ആരംഭിക്കും. സംഘടനാ തിരഞ്ഞെടുപ്പിൽ പാലിക്കേണ്ട ചട്ടങ്ങളിൽ ഇരു ഗ്രൂപ്പുകൾക്കും ഇളവ് നൽകിയിട്ടാണ് പുതിയ ഫോർമുല മുന്നോട്ട് വയ്ക്കുന്നത്. സംഘടനയിൽ പതിറ്റാണ്ടായി മേൽക്കൈയുള്ള എ ഗ്രൂപ്പ് അധ്യക്ഷ സ്ഥാനം വിട്ടുകൊടുക്കില്ല. KM അഭിജിത്തിന്റെ പേര് മാത്രമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഗ്രൂപ്പ് നേതാക്കൾ ഒറ്റക്കെട്ടായി ഈ അഭിപ്രായം നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. ദേശീയ അധ്യക്ഷനെ തീരുമാനിക്കുന്ന മാതൃകയിൽ പാനൽ തയ്യാറാക്കിയ അഭിമുഖത്തിലൂടെ പുതിയ അധ്യക്ഷനെ കണ്ടെത്തിയാൽ തിരഞ്ഞെടുപ്പ് ചട്ടത്തെ ബാധിക്കില്ലെന്നാണ് പോം വഴിയായി പറയുന്നത്. അധ്യക്ഷ സ്ഥാനത്തേക്ക് അവകാശവാദം ഉന്നയിക്കുന്ന ഐ ഗ്രൂപ്പിൽ നിന്നുള്ള അബിൻ വർക്കിയെയും നിരാശപ്പെടുത്തിയേക്കില്ല. ദേശീയ ജനറൽ സെക്രട്ടറിയായ അബിനെ പ്രഖ്യാപിക്കാൻ അവിടെയും തിരഞ്ഞെടുപ്പ് ചട്ടത്തിൽ ഇളവ് നൽകും. നിലവിൽ ദേശീയ സെക്രട്ടറിയായ ബിനു ചുള്ളിയലിനെയും ജനറൽ സെക്രട്ടറിയായി ഉയർത്തും. ഈ മൂന്നിന് യുവജന നേതാക്കളുടെയും പാനൽ തയ്യാറാക്കിയ അഭിമുഖത്തിലൂടെയാകും തീരുമാനം. എ ഗ്രൂപ്പ് മുന്നോട്ട് വെച്ച ഫോർമുലയെ രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ ഗ്രൂപ്പുകൾ തള്ളിയില്ലെന്നാണ് സൂചനയും. അബിൻ വർക്കിക്ക് വേണ്ടി ചെന്നിത്തല കടുത്ത സമ്മർദ്ദം ഉയർത്തുന്നുണ്ടെങ്കിലും ബിനു ചുള്ളിയലിനായി KC വേണുഗോപാൽ ഇതുവരെ പരസ്യ നിലപാട് സ്വീകരിച്ചിട്ടില്ല. KPCC പ്രസിഡന്റിനും പ്രതിപക്ഷ നേതാവിനും അധ്യക്ഷ സ്ഥാനത്തേക്ക് പ്രത്യേക പേരുകളില്ല. സംസ്ഥാനത്തുണ്ടാകുന്ന സമന്വയത്തിലൂടെ പുതിയ ഭാരവാഹികളെ പ്രഖ്യാപിക്കുകയായിരിക്കും.